ഹായ് ഡിയേഴ്സ്. ഓരോ ബ്രൈഡ്സിനും അവരുടേതായ ഓരോ സ്റ്റോറീസ് ഉണ്ടാവും പറയാൻ. അങ്ങനെയും നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് നികിതയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ലവ് സ്റ്റോറി. പുള്ളിക്കാരി എത്രയോ കൊല്ലം പ്രണയിച്ചാണ് വിവാഹം നടത്തുന്നത്. അതിൻ്റെതായ ഒരു ഹാപ്പിനെസ്സും ഒരു നാണവും ഒക്കെ നികിതയുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബ്രൈഡൽ മേക്കപ്പിലേക്ക് വരാം. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് കണ്ടോ, ഇതാണ് ഫ്ലവർ. പുള്ളിക്കാരി വച്ചത് ശരിക്കും മുല്ല എന്ന് പറയുന്ന ഫ്ലവർ അല്ല. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ മുല്ല, അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, ശരിക്കുള്ള പേര് എനിക്ക് അറിയില്ല. നിങ്ങൾ എപ്പോഴും ഫ്ലവർ സെലക്ട് ചെയ്യുമ്പോഴും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഫ്ലവർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നേരെ വിരിയത്തില്ലായിരുന്നു. വച്ചപ്പം തന്നെ കയറി ഇറങ്ങിയൊക്കെ ഇരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മളിത് ചെയ്യാൻ. പുള്ളിക്കാരിക്കും ഭയങ്കര വിഷമമായി പോയി, കാരണം അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ മുല്ല നമ്മൾ ശരിക്കും മുല്ല വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ പിച്ചി വാങ്ങുക. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വേറെ വല്ല ഓപ്ഷന് നോക്കുക. ഇനി നമുക്ക് സാരിയിലേക്ക് വരാം. ഒരു ഗോൾഡിഷ് ടൈപ്പുള്ള സാരി ആയിരുന്നു. ബ്ലൗസ് ആണെങ്കിലും ഒരു ഗ്രീൻ ടൈപ്പ് പേൾ വർക്ക് ആയിരുന്നു. ഓർണമെൻ്റ് ആണെങ്കിലും പുള്ളിക്കാരി ആ ഒരു കോസ്റ്റ്യൂമിന് മാച്ചിനാണ് സെലക്ട് ചെയ്തത്. ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആയിരുന്നു. ഓൾ ഇൻ ഓൾ അടിപൊളിയായിരുന്നു. പിന്നെ ഹെയർ സ്റ്റൈല് നികിതയുടെ തന്നെ ഇഷ്ടത്തിനായിരുന്നു. പെൻസിൽ കേൾസ് വേണം എന്നുള്ളത്, എനിക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് നമ്മൾ പോയി. ഇനി അടുത്തത് റിസപ്ഷൻ ലുക്കാണ്. അതിന് നമുക്ക് ഒട്ടും ടൈം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ മേക്കപ്പും ഹെയറും ഒക്കെ ഭയങ്കര ലൈറ്റായിട്ട് സിമ്പിളായിട്ടാണ് ചെയ്തത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഹെയർ സ്റ്റൈല് നമ്മൾ സ്ട്രെയിറ്റ് ആണ് പുള്ളിക്കാരി കൊടുത്തത്. എനിക്ക് തോന്നുന്നു കേൾസിനെക്കാട്ടിലൊക്കെ എനിക്ക് സ്ട്രെയിറ്റ് നികിതയ്ക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആണെന്ന് തോന്നി. വേറെ എന്തെങ്കിലും ഓപ്ഷൻ എനിക്ക് മാരേജിന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രൈഡാണ് നമ്മുടെ പ്രിഫറൻസ്. അതുകൊണ്ട് നമ്മൾ നികിതയുടെ ഇഷ്ടത്തിന് തന്നെ പോയി. ഇതായിരുന്നു റിസപ്ഷൻ ലുക്ക്. ബാക്കിൽ ഹെയറിൽ ഒരു ക്രിസ്റ്റൽ പീസ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക് കോംബ് ചെയ്തു, ലൈൻസ് കൊടുത്തു. ഹെയർ സ്റ്റൈല് ബ്ലൂ കളർ ലെഹങ്കയായിരുന്നു, നല്ലതായിട്ട് ചേരുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി കൊണ്ടുവന്നൊരു ഗോൾഡ് മാലയായിരുന്നു. അത് മാറ്റി നമ്മളൊരു സിൽവർ ഇട്ട് കൊടുത്തു. ഇത് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നു. രണ്ട് ലുക്ക് നിങ്ങൾ വിലയിരുത്തിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.